വിഴിഞ്ഞം തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും മന്ത്രിസഭ തീരുമാനം നീട്ടിവച്ചു. പദ്ധതി അദാനി പോർട്സിന് നൽകുന്ന കാര്യം ചർച്ച ചെയ്യാൻ ജൂൺ 3-ന് സർക്കാർ സർവകക്ഷി യോഗം ചേരും. മുൻ LDF സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതി തുടങ്ങിവച്ചത്. എല്ലാ കാര്യങ്ങളിലും സുതാര്യത വേണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ടെൻഡർ അത് സംബന്ധിച്ച് എംപവേർഡ് കമ്മിറ്റിയുടെയും ഡയറക്ടർ ബോർഡിന്റെയും ശുപാർശകൾ സഹിതം ഇന്നത്തെ ക്യാബിനറ്റില് അജണ്ടയായി വന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. വിഴിഞ്ഞം കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. പല കാരണങ്ങൾ കൊണ്ടും വളരെ വൈകിയ പദ്ധതിയാണ്. അത് ഏറ്റവും വേഗം പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇതേ നടപടികളൊക്കെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി. 3-ാം തീയതി ആ ചർച്ച നടന്നു. അതിലും ഒരു പൂർണ്ണമായ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ പൂർണ്ണമായും ഗവൺമെന്റ് വിശ്വസിക്കുന്നു ഇത് കേരളത്തിന്റെ ലാസ്റ്റ് ചാൻസാണ്. ഇത് മിസ് ചെയ്താൽ വിഴിഞ്ഞം നമുക്ക് നഷ്ടപ്പെടും. ഇടതുപക്ഷത്തിന്റെ കാലത്ത് പാട്ടത്തിന് കൊടുക്കാനായിരുന്നു വ്യവസ്ഥ. പിന്നെ ഇത് സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതി കൊടുക്കുന്നു. ഒരു തീറെഴുത്തുമില്ല. PPP മോഡലാണ്. ഇടതുപക്ഷത്തിന്റെ കാലത്തും PPP മോഡലുണ്ട്. അവരൊരു പോർഷൻ നേരിട്ട് പണിയുന്നു, ഒരു പോർഷൻ PPP മോഡൽ. ഇവിടെയും PPP മോഡൽ ഉണ്ട്. വിഴിഞ്ഞം നടക്കണമെങ്കിൽ, യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ തീരുമാനവുമായി മുമ്പോട്ട് പോകേണ്ടി വരും എന്ന് തന്നെയാണ് നിഗമനം.